Good morning friends, welcome to the video. ഇന്ന് നമ്മൾ buoyancy ആണ് നോക്കുന്നത്. So let's see what is mean by buoyancy. So when a body is immersed in a fluid, an upward force is exerted by the fluid on the body. എപ്പോഴാണോ ഒരു ബോഡിയെ നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നത്, അതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുന്നത്, ആ സമയം ഒരു അപ്വേർഡ് ഫോഴ്സ്, മുകളിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ്, അതായത് ഗ്രാവിറ്റിക്ക് എതിരെ, ഗ്രാവിറ്റിയെ ഓപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെ, ഗ്രാവിറ്റിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ഈസ് എക്സേർട്ടഡ്. ആരാണ് എക്സേർട്ട് ചെയ്യുന്നത്? ബൈ ദി ഫ്ലൂയിഡ്. എങ്ങോട്ട്? ഓൺ ദി ബോഡി. അപ്പൊ ബോഡിയിലേക്ക്, എപ്പോഴാണോ ഒരു ബോഡിയെ ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഡിപ്പ് ചെയ്യുന്നത്, ഒരു അപ്വേർഡ് ഫോഴ്സ് ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് സപ്ലൈ ചെയ്യും. ഫ്ലൂയിഡ് വിൽ ഗീവ് എ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദി ബോഡി. ആ ബോഡിയിലേക്ക് ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിന്റെ പേരാണ് ബയൻസി ഫോഴ്സ്. This upward force is equal to the weight of the fluid displaced by the body and is called the force of buoyancy. അപ്പോൾ ഈ അപ്വേർഡ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ എന്തിന് ഈക്വൽ ആണ്? ഈസ് ദി ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. എത്ര ഫ്ലൂയിഡിനെയാണോ ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നത്, നമ്മൾ ബോഡി ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുകയാണ്. ഇമേഴ്സ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്ലൂയിഡിനെ ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, അത് മാറ്റുന്നുണ്ട്, ആ ഫ്ലൂയിഡിന്റെ എത്രത്തോളം ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്തോ ആ വോളിയം ഓഫ് ഫ്ലൂയിഡ്, വോളിയം ഓഫ് ഫ്ലൂയിഡ് എത്ര ഡിസ്പ്ലേസ് ആയോ ആ ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ആ ഫ്ലൂയിഡ് ബോഡിയിലേക്ക് കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സ്. സോ ദ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു, എത്രയ്ക്ക് ഈക്വൽ ആണ്? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡി. അപ്പൊ ബോഡി ഡിസ്പ്ലേസ് ചെയ്തത് എത്ര ഫ്ലൂയിഡ് ആണോ ആ ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ബയൻസി ഫോഴ്സ്. അതെപ്പോഴും എന്തായിരിക്കും? അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും, മുകളിലേക്കായിരിക്കും, അതായത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. സോ ഈ ഒരു ഫോഴ്സിനാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ബയൻസി അഥവാ ബയൻസി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് സെന്റർ ഓഫ് ബയൻസി. സോ വാട്ട് യു മീൻ ബൈ സെന്റർ ഓഫ് ബയൻസി? So it is defined as the point through which the force of buoyancy is supposed to act. ഏത് പോയിന്റിലൂടെയാണോ ഫോഴ്സ് ഓഫ് ബയൻസി ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് ഓഫ് ബയൻസി, അതായത് ബയൻസി ഫോഴ്സിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഏതാണ്, ആ പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് ബയൻസി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ബയൻസി, അതായത് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതാണ് നമ്മൾ ജി എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിയുടെ വെയിറ്റ് ഏത് പോയിന്റിലാണോ ആക്ട് ചെയ്യുന്നത് അല്ലെ, ആ പോയിന്റ് നമ്മൾ എന്ത് പറയും? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. സോ അതുപോലെ ബയൻസി ഫോഴ്സ്, ഒരു ബോഡിയെ നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. അത് അതിൻ്റെ എന്താണ്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡിക്ക് ഈക്വൽ ആയിരിക്കും. ആ ഫോഴ്സ്, ആ ബയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ്, ബയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് സെന്റർ ഓഫ് ബയൻസി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ബയൻസി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദി സിമ്പൽ ബി. ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റർ ഓഫ് ബയൻസി ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് ത്രൂ വിച്ച് ഫോഴ്സ് ഓഫ് ബയൻസി ഈസ് സപ്പോസ് ടു ആക്ട്. ആസ് ദി ഫോഴ്സ് ഓഫ് ബയൻസി ഈസ് എ വെർട്ടിക്കൽ ഫോഴ്സ്, നമുക്കറിയാം അതൊരു വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, ആൻഡ് ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ബോഡി. നമുക്ക് അതും അറിയാം, it will be the buoyancy force is equal to the weight of fluid displaced by the body. ബോഡി ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് ആ ഫോഴ്സ്.
അല്ലെ? The center of buoyancy will be the center of gravity of the fluid displaced. So that is an important line. The center of buoyancy will be the center of gravity of the fluid displaced. സെന്റർ ഓഫ് ബയൻസി എവിടെയാണ്? എത്ര ഫ്ലൂയിഡിനെയാണോ ഡിസ്പ്ലേസ് ചെയ്തത് ആ ഫ്ലൂയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. അപ്പൊ എത്ര ഫ്ലൂയിഡ് ആണോ ഡിസ്പ്ലേസ്ഡ് ആയത് ആ ഫ്ലൂയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് എന്ത്? സെന്റർ ഓഫ് ബയൻസി ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എ റെക്ടാങ്കുലാർ ബ്ലോക്ക്. ഒരു റെക്ടാങ്കുലാർ ബ്ലോക്ക്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി G ആണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഒരു വാട്ടർ ബോഡി ഉണ്ടായിരുന്നു, അതായത് ഒരു ടാങ്കിൽ വാട്ടർ നിറച്ചിട്ടേക്കുമാണ്. ആ ടാങ്കിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇമേഴ്സ് ചെയ്തു, അതായത് ഡിപ്പ് ചെയ്തു. എത്ര മുഴുവനും ഡിപ്പ് ചെയ്തോ? ഇല്ല, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഡിപ്പ് ചെയ്തു. ദെൻ എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയി കാണും? ഇത്രയും ഫ്ലൂയിഡ് അല്ലെ? എത്ര ഭാഗം ഡിപ്പ് ആയോ, എത്ര ഭാഗം ഇമേഴ്സ്ഡ് ആയോ, അത്രയും പാർട്ടിലെ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയി. സോ ഇതിനകത്ത് എന്ത് ചെയ്യും? ഈ ഫ്ലൂയിഡ്, അതായത് വാട്ടർ, ഒരു അപ്വേർഡ് ഫോഴ്സ് ഈ ബോഡിയിലേക്ക്, ഈ ബ്ലോക്കിലേക്ക് കൊടുക്കും. ആ ഫോഴ്സിനാണ് നമ്മൾ ബയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വൽ ആയിരിക്കും? എത്ര ഫ്ലൂയിഡ് ആണോ ഡിസ്പ്ലേസ്ഡ് ആയത്, അതായത് ഈ ബ്ലോക്ക് എത്രത്തോളം ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്തു, അതായത് എത്രത്തോളം താഴേക്ക് ഇറങ്ങി നോക്കിയാൽ പോരെ. സോ അത്രയും എത്ര ഫ്ലൂയിഡിനെയാണോ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തത് ആ ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ബയൻസി ഫോഴ്സ്. അത് ഉറപ്പായിട്ടും എന്താണ്? ഗ്രാവിറ്റി അല്ലെങ്കിൽ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്വേർഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും ബയൻസി ഫോഴ്സ്. ദെൻ ദ ലാസ്റ്റ് തിങ്, എവിടെയായിരിക്കും സെന്റർ ഓഫ് ബയൻസി? എത്ര പാർട്ടാണോ ഇമേഴ്സ്ഡ് ആയത്, എത്രത്തോളം പാർട്ട് ഇമേഴ്സ്ഡ് ആയോ അത്രയും ഫ്ലൂയിഡിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്, അല്ലെ? അപ്പൊ ഇത്രയും ഫ്ലൂയിഡിനെ അത് ഡിസ്പ്ലേസ് ചെയ്തു. ഈ ഒരു ലെവൽ തൊട്ട് ഇത്രയും താഴെ വരുന്ന ഇത്രയും ഉള്ള ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത്രയും ഫ്ലൂയിഡ് ആണ് ഡിസ്പ്ലേസ്ഡ് ആയത്. സോ ആ ഡിസ്പ്ലേസ്ഡ് ആയ ഫ്ലൂയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഇത്രയുള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ, ഈ മൊത്തം എടുക്കരുത്, ഈ ഒരു വാട്ടർ ലെവൽ വരെയുള്ള ഹൈറ്റ് ഉള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും സെന്റർ ഓഫ് ബയൻസി വരിക. കാരണം അത്രയും ഫ്ലൂയിഡ് ആണെന്ത്? ഡിസ്പ്ലേസ് ആയത്. അപ്പൊ ഡിസ്പ്ലേസ്ഡ് ആയ ഫ്ലൂയിഡിന്റെ, അല്ലെ, അതുപോലെ ഒരു ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്കിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും സെന്റർ ഓഫ് ബയൻസി. ഓക്കെ, സോ ദാറ്റ് ദേ ആർ സേയിങ് ലൈക്ക് ദിസ്. അതാണ് അവർ പറയുന്നത്. ദ വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി, ബട്ട് the center of buoyancy will be the center of gravity of the fluid displaced. ആയ ഫ്ലൂയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും സെന്റർ ഓഫ് ബയൻസി. ഓക്കെ ഓക്കെ സോ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം വെച്ച് നമുക്ക് ഈ ഐഡിയാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. സോ പ്രോബ്ലം ഈസ് ഫൈൻഡ് ദി വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് and a position of center of buoyancy for a wooden block of width 2.5 meter and a depth of 1.5 meter when it floats horizontally in water. The density of wooden block is 650 kg per meter cube and its length is 6 meter. So what we need to calculate? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഈ ഒരു വുഡൻ ബ്ലോക്ക്, വുഡൻ ബ്ലോക്ക് ഉണ്ട്, ആ വുഡൻ ബ്ലോക്ക് ഫ്ലോട്ട് ചെയ്യുവാണ് ഹൊറിസോണ്ടലി ഇൻ വാട്ടർ. വുഡൻ ബ്ലോക്ക് ഈസ് ഫ്ലോട്ടിങ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഫ്ലോട്ട് ചെയ്യുന്നത് മീൻസ് വാട്ടർ സർഫസും അതുപോലെ ഈ ഒരു ബ്ലോക്കിന്റെ സൈഡും പാരലൽ ആണ് കേട്ടോ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലോട്ടിങ് ഹൊറിസോണ്ടലി എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഫ്ലോട്ടിങ് മീൻസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? താഴ്ന്നു പോകുന്നില്ല, അതെന്താണ്? അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുവാണ്. സോ ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് ബോഡി. എന്ത് മെറ്റീരിയലാണ്? വുഡ് ആണ്. നമുക്കറിയാം വുഡ് താഴ്ന്നു പോവില്ല. വുഡിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയെക്കാട്ടി കുറവാണ്. സോ ഇറ്റ് വിൽ ഫ്ലോട്ട്. സോ ദേ ആർ ആസ്കിങ് ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പൊ ഈ ഒരു ബോഡി ഇതിലേക്ക് ഇമേഴ്സ്ഡ് ആയപ്പോൾ കുറച്ച് പാർട്ട് ഇമേഴ്സ്ഡ് ആയില്ലേ? സോ ആ ഇമേഴ്സ്ഡ് ആയപ്പോൾ എത്ര
വാട്ടറിനെ ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്തു, എത്ര വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്തു, ആ എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അതാണ് അവർ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത്. രണ്ടാമത് ചോദിക്കുന്നത് സെന്റർ ഓഫ് ബയൻസി. അപ്പൊ ഈ വുഡൻ ബ്ലോക്ക് ഡിപ്പ് ഇത്രയും ഫ്ലോട്ട് ആയി കഴിഞ്ഞാൽ എവിടെയായിരിക്കും, ഏതൊരു പോയിന്റിലായിരിക്കും ഫോഴ്സ് ഓഫ് ബയൻസി ആക്ട് ചെയ്യുന്നത്, അതായത് സെന്റർ ഓഫ് ബയൻസി എവിടെയാണ്, അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈ എ ബോഡി ഫ്ലോട്ട്സ്, എന്തുകൊണ്ടാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിലുള്ള നെസസറി കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് വെയിറ്റ് ഓഫ് ദി ബോഡി ഷുഡ് ബി ഈക്വൽ ടു ബയൻസി ഫോഴ്സ്. വെയിറ്റ് ഓഫ് ബോഡി താഴേക്ക് ആക്ട് ചെയ്യും, അതിനെ ഈക്വലും ഓപ്പോസിറ്റുമാണ് ബയൻസി ഫോഴ്സ് എങ്കിൽ മാത്രമേ ആ ബോഡി ഫ്ലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയുടെ കണ്ടീഷനാണ്, അല്ലെങ്കിൽ നെസസറി കണ്ടീഷൻ ഫോർ എ ബോഡി ടു ഫ്ലോട്ട്. എപ്പോഴാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഫോഴ്സ് ഓഫ് ബയൻസി വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ബോഡി. ആ ബോഡിയുടെ വെയിറ്റും അതിൽ ആക്ട് ചെയ്യുന്ന ബയൻസി ഫോഴ്സും ഈക്വൽ ആകുമ്പോഴാണ് ബോഡി ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫിഗർ നമ്മൾ ക്ലിയർ ആയിട്ട് വരയ്ക്കണം. സോ വി വിൽ ഡ്രോ എ വാട്ടർ സർഫസ്, ഹൊറിസോണ്ടൽ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു വുഡൻ ബ്ലോക്ക് നമ്മൾ വരയ്ക്കും. സോ അതിൻ്റെ കുറച്ച് പാർട്ട് മുകളിലായിരിക്കണം. വൈ, അത് ഫ്ലോട്ടിംഗ് ആണ് അല്ലേ, കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് അല്ല, ഫ്ലോട്ടിംഗ് ആണ്, കുറച്ച് പാർട്ട് മുകളിൽ നിൽക്കും. സോ ദെൻ വിഡ്ത്ത് പറയുന്നുണ്ട്, വിഡ്ത്ത് ഈസ് 2.5 മീറ്റർ. വുഡൻ ബ്ലോക്കിന്റെ വിഡ്ത്ത് 2.5 മീറ്റർ ആണ്, അതിന്റെ ഡെപ്ത് 1.5 മീറ്റർ ആണ്, അഥവാ ഹൈറ്റ്. ദെൻ അതിന്റെ ലെങ്ത് നമ്മൾ ഈ ഫിഗറിൽ നമ്മൾ കാണിക്കുന്നില്ല, പക്ഷെ ലെങ്ത് അണ്ടർസ്റ്റുഡ് ആണ്, അല്ല ഈ പേപ്പറിനകത്തേക്കായിരിക്കും ലെങ്ത് വരിക. ലെങ്ത് ഈസ് 6 മീറ്റർ. സോ അത്രയും തന്നിട്ടുണ്ട്. ദെൻ നമുക്കറിയില്ല എത്രത്തോളം അല്ലെ ഡെപ്തിലേക്കാണ് അത് ഇമേഴ്സ് ആയത്, എത്രത്തോളം മുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ല. സോ വി വിൽ അസ്യൂം h is the height of immersion. എത്രത്തോളം ഇമേഴ്സ് ആയി എന്നുള്ളതിന് നമ്മൾ ഹൈറ്റ് h കൊടുക്കും. ഹൈറ്റ് ഓഫ് ഇമേഴ്സ്ഡ് അത് h ആണ്, h എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, സോ വിഡ്ത്ത് ഈസ് 2.5 മീറ്റർ, ഡെപ്ത് ഈസ് 1.5 മീറ്റർ. ഗിവൺ ഡേറ്റാസ് എല്ലാം നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യും. width is 2.5 meter, depth is 1.5 meter, length is 6 meter. വോളിയം ഓഫ് ദി ബ്ലോക്ക്. സോ നമുക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അറിയാമെങ്കിൽ നമുക്കറിയാം വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ടുള്ള ഇക്വേഷൻ LBH എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുന്നു, വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, 22.50 മീറ്റർ ക്യൂബ്. ദിസ് ഈസ് ദ വോളിയം ഓഫ് ദി ബ്ലോക്ക്. ആ ബ്ലോക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വോളിയമാണ് 22.5 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആ വോളിയം എന്തിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? വി നീഡ് ടു ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക്. ആ ബ്ലോക്കിന്റെ വെയിറ്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഐ നോ ദി ഡെൻസിറ്റി അല്ലെ, ഡെൻസിറ്റി ഓഫ് ദി ബ്ലോക്ക്, അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക് ആണ്, വുഡിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 650 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ദെൻ ഐ ക്യാൻ ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക് അല്ലെ. ബ്ലോക്കിന്റെ വെയിറ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലോക്കിന്റെ വെയിറ്റ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു വി. റോ ജി വി, റോ ജി എന്താണ്? റോ ജി ഇസ് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. സ്പെസിഫിക് വെയിറ്റിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക് കിട്ടും. അപ്പൊ ഈ വുഡൻ ബ്ലോക്ക്, ഈ ഫുൾ ആയിട്ടുള്ള വുഡൻ ബ്ലോക്കിന്റെ വെയിറ്റ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. റോ ജി ഇൻറ്റു വോളിയം ഓഫ് ദി ബ്ലോക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 143.471 അത്രയും കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അത്രയും കിലോ ന്യൂട്ടൺ വെയിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു W എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? 650 into 9.81 into 22.50, that is 143.471. that is the weight of the block. പക്ഷേ ഈ വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് എന്ത് ചെയ്യും? ബയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഫ്ലോട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന് ഈക്വൽ ആണ് എന്ത്? ബയൻസി ഫോഴ്സ് നമുക്കറിയാം. സോ ലെറ്റ് സി. സോ നെക്സ്റ്റ് വി വിൽ റൈറ്റ് ഫോർ ഇക്വിലിബ്രിയം the weight of water displaced. ഈ weight of water displaced ആണ് എന്ത്? buoyancy force അല്ലെ. buoyancy force equal to weight of water displaced ആണ്. So I will write the weight of water displaced by the block is equal to
weight of wooden block. That is buoyancy force equal to weight of wooden block. Buoyancy force in പകരം എന്ത് എഴുതും? Weight of water displaced. Weight of water displaced by the wooden block. Wooden block displace ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദി വുഡൻ ബ്ലോക്ക്. എപ്പോഴാണ്? ഫോർ ഇക്വിലിബ്രിയം, അതായത് ഫ്ലോട്ട് ചെയ്ത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ buoyancy force equal to weight of wooden block, that is weight of water displaced will be equal to weight of wooden block. So ഞാൻ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഞാൻ ആൾറെഡി വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട എന്താണ്? എനിക്കപ്പോൾ എന്ത് കിട്ടി? വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എത്ര വാട്ടറിനെയാണോ ഡിസ്പ്ലേസ് ചെയ്തത് അതിൻ്റെ വെയിറ്റ് എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് എന്താ വേണ്ടത്? എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് എനിക്ക് വേണ്ടത്. സോ ഐ നോ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അത് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി, അല്ലെ, വെയിറ്റ് ഡെൻസിറ്റി, അതായത് റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റോ ജി ഓഫ് വാട്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ബൈ റോ ജി, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഡിവൈഡ് ബൈ റോ ജി ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കിട്ടും. സോ ദാറ്റ് ഐ വിൽ അപ്ലൈ. സോ ദിസ് ഈസ് ദി വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദി വോളിയം ഓഫ് വാട്ടർ displaced, and this will be equal to 14.625 meter cube. അപ്പോൾ അത്രയും വാട്ടറിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്. അപ്പോൾ അത്രയും വാട്ടറിൻ്റെ, ഇത്രയും വോളിയം ഓഫ് വാട്ടറിൻ്റെ വെയിറ്റും ഈ വുഡൻ ബ്ലോക്കിൻ്റെ വെയിറ്റും എന്താണ്? ഈക്വൽ ആണ്. സോ ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ദെൻ നമുക്ക് എത്ര ഹൈറ്റിലേക്കാണ് അത് ഡിസ്പ്ലേസ് ആയത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സം 14 പോയിന്റ് സംതിങ്, അത്രയും മീറ്റർ ക്യൂബ്. സോ ഇത് നമ്മൾ ഇങ്ങനെ അല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണ്? ഇഫ് വി നോ ദി ഹൈറ്റ് ഓഫ് ഇമേഴ്സൺ, അല്ലെ, എത്ര ഹൈറ്റ് ആണോ ഇമേഴ്സ് ചെയ്തത് എന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് നമുക്ക് എത്ര വോളിയം ഡിസ്പ്ലേസ്ഡ് ആയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? ഈ ഒരു height of fluid immersed അല്ലെങ്കിൽ height of immersion into width into length into width into ഈ ഒരു height of immersion കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് ബ്ലോക്ക് ഇമേഴ്സ്ഡ്. എത്ര ബ്ലോക്കിന്റെ എത്ര വോളിയം ഡിപ്പായി, ഇമേഴ്സ്ഡ് ആയി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും വോളിയം തന്നെയായിരിക്കും എന്ത് ചെയ്തത്? അത് ഡിസ്പ്ലേസ് ചെയ്തത്, അല്ലെ? ബ്ലോക്ക് എത്രത്തോളം ഇമേഴ്സ്ഡ് ആയി, എത്ര വോളിയം ഓഫ് ബ്ലോക്ക് ഇമേഴ്സ്ഡ് ആയി അത്രയും വോളിയം ആയിരിക്കും എന്ത്? അത് ഡിസ്പ്ലേസ് ചെയ്തത്, അല്ലെ? സോ അതിന് നമുക്ക് വേണ്ടിയിരുന്നത് എന്താണ്? ഈ ഒരു എച്ചിന്റെ വാല്യൂ ആണ്. എച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇഫ് വി നോ ദി എച്ച് നമുക്ക് അറിയാമെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? വോളിയം ഓഫ് ഫ്ലൂയിഡ്, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? എത്ര ബ്ലോക്കിന്റെ എത്ര വോളിയം ആണോ ഡിപ്പായത് അത്രയും വോളിയം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ബ്ലോക്കിന്റെ വിഡ്ത്ത് 2.5 മീറ്റർ ആണ്. ലെങ്ത്, ഈ പേപ്പറിനകത്തേക്കുള്ള ലെങ്ത് എത്രയാണ്? 6 മീറ്റർ ആണ്. ദെൻ എത്ര വോളിയം ആണ്, എത്ര ഹൈറ്റ് ആണ് ഡിപ്പായത്? എച്ച്. അപ്പോൾ അത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അത് 2.5 ഇൻറ്റു 6 മീറ്റർ ഇൻറ്റു ഹൈറ്റ് എച്ച്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് ബ്ലോക്ക് ഇമേഴ്സ്ഡ്, അല്ലേ? ബ്ലോക്കിന്റെ എത്ര വോളിയമാണ് ഇമേഴ്സ്ഡ് ആയതെന്ന് നമുക്ക് കിട്ടും. അത് തന്നെയാണ് എന്ത്? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പൊ എത്ര ബ്ലോക്ക് ഇമേഴ്സ്ഡ് ആയോ അത്രയും വോളിയം ആണല്ലോ ഡിസ്പ്ലേസ് ആയത്. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? സോ ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബയൻസി, സെന്റർ ഓഫ് ബയൻസിയുടെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് നമുക്കറിയാം വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എത്ര വുഡൻ ബ്ലോക്ക് ആണോ വെള്ളത്തിനടിയിലുള്ളത് അത്രയും വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും ഡിസ്പ്ലേസ്ഡ് ആയത്. സോ എത്രയാണ് വെള്ളത്തിനടിയിലുള്ള വുഡൻ ബ്ലോക്കിന്റെ വോളിയം? 2.5 ഇൻറ്റു എച്ച് ഇൻറ്റു 6, അല്ലെ? 2.5 മീറ്റർ ഇൻറ്റു എച്ച് മീറ്റർ ഇൻറ്റു 6 മീറ്റർ. ഇതാണ് എന്ത്? വെള്ളത്തിനടിയിലുള്ള വുഡൻ ബ്ലോക്കിന്റെ വോളിയം.
സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഉറപ്പായിട്ടും നമുക്ക് ഈ കിട്ടിയ വെയിറ്റ് ഓഫ് വാട്ടർ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസിന് ഈക്വൽ ആയിരിക്കും. സോ വോളിയം ഓഫ് വാട്ടർ നമ്മൾ കൊടുത്തു. ഇവിടെ നമുക്ക് എച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. എച്ച് ഈസ് ദ ഡെപ്ത് ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ. വാട്ടറിൽ മുങ്ങിയ ഹൈറ്റ്, അതാണ് എച്ച്. സോ എച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 0.975 മീറ്റർ നമുക്ക് കിട്ടും. സോ നമുക്കറിയാം the center of buoyancy will be at the center of gravity of volume of fluid displaced. എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണോ ഡിസ്പ്ലേസ്ഡ് ആയത് ആ വോളിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. സോ ആ വോളിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും? സി ഒന്നുമില്ല, h/2 h/2. അതായത് ഇമേഴ്സ്ഡ് ആയി നിൽക്കുന്ന പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഇമേഴ്സ്ഡ് ആയി നിൽക്കുന്ന പോർഷന്റെ ഹൈറ്റ് എത്രയാണ്? h ആണ്. സോ h/2 എന്ത് വരിക? സെന്റർ ഓഫ് ബയൻസി വരിക. നമുക്കറിയാം നോർമലി ഈ ഒരു വുഡൻ ബ്ലോക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വുഡൻ ബ്ലോക്കിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? ഇതിന്റെ ബ്രെഡ്ത്ത് ബൈ 2 ലെങ്ത് ബൈ 2 അല്ലെ? ഈ 1.5/2 2.5/2 എന്ന് പറയുന്ന പോയിന്റ് ആ ഒരു പോയിന്റിലായിരിക്കും. അതാണ് ജി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ സെന്റർ ഓഫ് ബയൻസി എവിടെ ആയിരിക്കും? എത്ര പോർഷൻ ആണോ ഡിപ്പ് ആയത് ആ ഡിപ്പായ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള പോർഷന്റെ അത്രയും ഫ്ലൂയിഡ് ആണ് ഡിസ്പ്ലേസ് ആയത് അല്ലെ? ആ ഇമേഴ്സ്ഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അത്രയും ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, ആ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. അല്ലെങ്കിൽ എത്ര പോർഷൻ ഓഫ് ബ്ലോക്ക് ആണോ ഡിപ്പായത് ആ ബ്ലോക്ക് ഡിപ്പായ പാർട്ടിന്റെ മാത്രം സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? അവിടെ ആയിരിക്കും. സോ ഡിപ്പായ പോർഷന്റെ ഹൈറ്റ് എത്രയാണ്? h ആണ്. സോ h/2 എന്ത് വരിക? സെന്റർ ഓഫ് ബയൻസി വരിക. സോ എന്താണ്? സെന്റർ ഓഫ് ബയൻസി വിൽ ബി h/2 2.5/2 ദാറ്റ് ഈസ് എന്താണ്? ജിയുടെ അതേ ലൈനിൽ തന്നെ ആയിരിക്കും, പക്ഷെ എന്താണ്? ജിന്ന് താഴെ ആയിരിക്കും. എവിടെ ആയിരിക്കും? h/2 ഈ ഒരു ബേസിൽ നിന്ന് h/2 ഹൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ സർഫസിൽ നിന്ന് h/2 ഹൈറ്റിലായിരിക്കും. സോ എത്രയാണ് ആ ഹൈറ്റ് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഏത് പോയിന്റിലാണെന്ന് നമുക്ക് നോക്കാം. സോ h നമുക്ക് കിട്ടിയിട്ടുണ്ട്. hന്റെ വാല്യൂ എത്രയാണ്? The value of h is equal to 0.975 meter. So center of buoyancy എവിടെ ആയിരിക്കും? 0.975/2 ഫ്രം ദി ബേസ്, അതായത് 0.4875 മീറ്റർ ഫ്രം ദി ബേസ്. അതായത് വുഡൻ ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിന്റെ ബേസിൽ നിന്ന് 0.4875 മീറ്റർ. അപ്പോൾ എത്ര പോർഷൻ ആണോ ഡിപ്പായത് ആ ഡിപ്പായ പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എവിടെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അറിയാം അല്ലെ? ഒരു വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ റെക്ടാംഗുലർ ആയിട്ടുള്ള ബ്ലോക്കിൻ്റെതാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? L/2 B/2 ചെയ്താൽ മതി. അതിന്റെ ഒരു ഹൈറ്റ് ബൈ 2 വിഡ്ത്ത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആ പോയിന്റ്. സോ നിങ്ങൾ ഈ പ്രോബ്ലം 2 or 3 തവണ ചെയ്ത് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. എവിടെയാണ് ഡൗട്ട് വരുന്നത് അതെല്ലാം ക്ലിയർ ആക്കുക. സോ 1 or 2 or 3 തവണ പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റുകൾ, അതിൻ്റെ ഐഡിയകൾ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്.